ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാണ് പതിനാല് ചാട്ടാണ് ഞങ്ങൾ വിളിച്ചത്. അതെ, നമ്മളിന്ന് എന്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്? നമ്മളിന്ന് കുക്കിംഗ് അല്ലേ അല്ലേ? കുക്കിംഗ് നമ്മളിന്ന് എന്താണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്? അമ്മ എന്ന് കഴിക്കാൻ പോകണ്ട. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ബാഗല്ല. നമുക്കിന്ന് കുക്കിംഗ് സംഭവമൊന്നുമില്ല, ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വെച്ചു. ഇത് പറഞ്ഞാൽ ഒരു 6-7 വർഷമായിട്ട് ഞാൻ ഇതുപോലെ സൂക്ഷിക്കുന്നൊരു ബാഗാണ് ഗായ്സ്. ഇതിലെന്താണ് എന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളല്ല, ഞാനും കാണാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളായി കോളേജിൽ ക്യാമ്പസിൽ പോകുന്ന സമയത്ത് ഹോസ്റ്റലിലൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇത് ഇവിടെ നിന്നല്ല വാങ്ങിച്ചത്. ബീച്ചിക്ക് ചേർന്ന സമയത്തൊന്ന് ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കായൊക്കെ അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരം വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് നേരെ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് എങ്ങനെയോ സാധനങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ ബാഗുമായിട്ടാണ് ഞാൻ പോയത്. ഈ ബാഗ് മാത്രമല്ല, വേറെ ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് മറ്റേ ക്ലോത്ത് വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. നല്ല സോഫ്റ്റാണിത്. ഇതിനു വേണ്ടി സാധനങ്ങളൊന്നും ഇല്ല ഇതിൽ, എങ്കിലും ഭയങ്കര സോഫ്റ്റാണ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇന്നത് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഒത്തിരി നാളായി. അപ്പോൾ നമുക്കിന്നിത് തുറന്ന് നോക്കാം. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കിന്ന് അറിയാം കേട്ടോ. നമുക്കല്ലേ, എനിക്കും അറിയാം, എനിക്ക് ഓർമ്മയില്ല ഗൈസ്, കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ആദ്യമൊന്നും വീട്ടിൽ കൊണ്ടുവരത്തില്ലായിരുന്നു, അവിടെ ഹോസ്റ്റലിൽ തന്നെ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഹോസ്റ്റലിലേക്ക് പോകുന്ന ടൈം ആയപ്പോഴത്തേക്കിന് കോവിഡിൻ്റെ ടൈമായല്ലോ. അപ്പോഴത്തേക്കിന് അവിടെ ഐസൊലേഷൻ വാർഡാക്കി ഞങ്ങളുടെ ഹോസ്റ്റൽ ഫുള്ള്. അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് റൂംമേറ്റ്സ് 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ ബാഗൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സെൽഫിൽ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തുറക്കുമ്പോൾ അവർ മനസ്സിലാക്കും ഞങ്ങൾ അത്രയും നാളത്, അതായത് സ്ഥലം പോലും ഇല്ലാതെ എല്ലാവരുടെയും സാധനങ്ങളും മാറ്റി വെക്കണമല്ലോ ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ. അപ്പോൾ അവർ എന്നെ വിചാരിക്കും ഇത്രയും നാൾ ഈ ആക്രികളാണോ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചത്. സോറി ഗായ്സ്, എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടില്ല. പിന്നെ ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ റൂം വെക്കേറ്റ് ചെയ്യാനാണ് ഗായ്സ്. എനിക്ക് തോന്നുന്നു ഒരു 6 മന്ത്സോളം. പിന്നെ കോവിഡൊക്കെ ആയിട്ട് ഇതായിരുന്നു. എക്സാമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഞാൻ എഴുതിയത്. ബാഗ് അതുപോലെ തന്നെ വെച്ചു. എന്ന് വെച്ചിട്ട് കോവിഡിൻ്റെ ഒന്നും ഇതൊന്നും വന്നിട്ട് മോസിന് ആക്രാന്തം തുറക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഈ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു ബാഗാണ് കേട്ടോ. പിന്നെ അപ്പോൾ ചെക്ക് എന്താ കഴുകിയെടുക്കുകയൊന്നും ചെയ്തില്ലേന്ന്. ഞാൻ കഴുകിയൊക്കെ യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ ആവശ്യം വന്നില്ല, അതാണ് സത്യം. ഇതിൻ്റെ ആവശ്യം എനിക്ക് പിന്നെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ നമുക്കിത് എന്താണെന്ന് കാണാം. നമ്മുടെ ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ബാഗിന് വേറെ പുറത്തൊന്നും ഒരു ഉറയില്ല കേട്ടോ. നല്ല ഇരുന്നിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ, ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ബസ്സിലൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബാഗിനെ കെട്ടിപ്പിടിച്ചിരുന്നാൽ നമുക്ക് ഉറങ്ങാൻ സൂപ്പറാണ്. 2 ഉറകളുണ്ട്. അപ്പോൾ ഓരോ ഉറയിൽ എന്താണോ എന്തോ ടിഷ്യൂ. അയ്യോ, ടിഷ്യൂ ആണ് കേട്ടോ ഗൈസ്. എനിക്ക് എവിടെ പോയാലും ടിഷ്യൂ ഇല്ലാത്തൊരു ജീവിതം ഇല്ലായിരുന്നു. അപ്പോൾ ടിഷ്യൂ ആണ്. പിന്നെ 2 ഷീറ്റ് പേപ്പറാണ്, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എഴുതാമല്ലോ എന്നൊക്കെ വെച്ചിട്ട്. ശരിക്കും ഇതൊക്കെ എൻ്റെ ക്യാമ്പസ് ഓർമ്മകളാണ് ഗൈസ്. ടിഷ്യൂ ഒക്കെ പോയി, അത് ചുമ്മാ കൈയൊക്കെ ജസ്റ്റ് തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇതിലിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇതിനകത്ത്. പിന്നെ ഇതിലും ടിഷ്യൂ ആണ് ഗൈസ്, കണ്ടില്ലേ? ഇതിനെ യൂസ് ചെയ്യാതെ പുതുത്തം പോലെ വെച്ചേക്കുന്ന ടിഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. പുതുത്തം പോലെ വെച്ചേക്കുന്ന ടിഷ്യൂ ഒക്കെ ഉണ്ട്. ടിഷ്യൂ ഇല്ലാത്തൊരു ലൈഫ് അവിടെ പറയാം, കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ ഇപ്പോൾ അറിയാമല്ലോ ടിഷ്യൂവിൻ്റെ യൂസസ്. പിന്നെ നമുക്ക് ഇതിനകം തുറക്കാം. ടട്ടടേ അമ്രു, തുറക്ക്. തുറക്ക്. താങ്ക് യു. കണ്ടോ ഗൈസ്, ഇവിടെ കീറി ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്താണെന്ന് കാണിക്കാം. ഒരൊറ്റ കുറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ആക്രികൾ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്, ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പില്ലോ കവറാണ്. അപ്പം 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അമൃസിന് കൈമാറുന്നുണ്ട്. അപ്പോൾ അമൃസ് അനങ്ങാതിരുന്നോളൂ. ഭയങ്കര നഷ്ടാണ് ഗൈസ് എന്നത് പറയും. എനിക്കിപ്പോൾ ഇത് തുറക്കുന്ന കാണുമ്പോൾ മറ്റേ ഏതൊരു ഫിലിമിൽ മറ്റേ ഋഷിമ ഓരോ ബാഗ് തുറന്നിട്ട് ഓരോ കളി, ഈ ചീപ്പ് കണ്ടോ, ഈ കല്ല് കണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ
പിന്നെ ഞാൻ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് കുറച്ച് പേപ്പർ, അതായത് കോപ്പിയും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കാണിക്കാമേ. ഇതും പേപ്പറുകളൊക്കെയാണ്, എല്ലാം പേപ്പറുകളാണ് ഗസ്. ഹൈ ബൺ, ഇത് അവിടെ യൂസ് ചെയ്യാൻ നമ്മൾ ബണ്ണ് മുടിയൊക്കെ കെട്ടാനായിട്ട് ബണ്ണ് വേണമല്ലോ. പിന്നെ അതുപോലെ ഹൈ ടണ്ടടേ ചീപ്പുണ്ട് ഗൈസ്, അന്ന് കൊണ്ടുവന്നതാണ് ചീപ്പുണ്ട്. പിന്നുള്ളത് ടട്ടടേ, സോപ്പ് പൊട്ടി. ഒരു കുഴപ്പമില്ല കേട്ടോ. സോപ്പ് അടച്ചു വെച്ച് സോപ്പിൻ്റെ ബാക്കിയൊക്കെ എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ സോപ്പ് പൊട്ടി ഞാൻ സെൽഫി തന്നെ വെച്ചതുകൊണ്ട് അതിങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നു. ഇതിനകത്തുണ്ട്, അതിനൊരു കുഴപ്പമില്ല കേട്ടോ. ബാക്കിയൊക്കെ നശിച്ചു പോയി. അപ്പോൾ അവശേഷിക്കുന്ന തെളിവാണിത്. പിന്നെന്തുവാ, നല്ലൊരു അടിപൊളി ക്ലിപ്പുണ്ട്. എത്ര വർഷമായെന്നറിയാമോ? ഇതൊക്കെ എൻ്റെ ഇത്ത അവിടുന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്തൊക്കെ പറയണം, കയ്യിലെന്തോ കൊണ്ട് കയറി. ഇതാണ് സൂചി നൂലിയോ നൂലും സൂചിയോ, നമ്മുടെ നേരത്തെ പൊട്ടിക്കല്ലേ, നമ്മുടെ അവശേഷിക്കുന്ന ഓർമ്മകളാണ്. ഇതാണ് സൂചി നൂലും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ പൊട്ടിയും മറിഞ്ഞൊക്കെ പോലെ ഡ്രസ്സൊക്കെ തയ്ക്കാനായിട്ട് നമുക്ക് അവിടെ പെട്ടെന്ന് ഞങ്ങൾ എൻ്റെ ടൈലർമാരൊക്കെ ആവാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കും. അപ്പോൾ ഇതിനകത്തൊരു ഒരയുണ്ട്, ഒരൊറ്റ ഉറയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും. കാരണം എനിക്കാണ് എപ്പോഴും ഈ കുത്തി തയ്യൽ പരിപാടിയൊക്കെ ഉള്ളത്. കൈയടിച്ചു. ഇത് ഞാൻ പഠിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഇത് തൊഴിൽ വാർത്തയൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ തൊഴിൽ വാർത്ത കുറേ വർഷമായി കേട്ടോ. പിന്നെ ഒരു ക്ലിപ്പ് കിട്ടി. ഈ ക്ലിപ്പിൻ്റെ ബാക്കിയൊക്കെ ഒടിഞ്ഞു പോയി ഗൈസ്. ഞാനിത് ഇവിടെ യൂസ് ചെയ്യായിരുന്നു. മുടി കെട്ടിയിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുമ്പം അത് സെറ്റാണ്. എന്തൊക്കെയോ ഫോട്ടോസ്റ്റാറ്റൊക്കെയാണ് കേട്ടോ, എന്തൊക്കെയോ ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും ഞാൻ തുറന്ന് നോക്കിയിട്ട് പോലുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതും ഒരു ഫോട്ടോസ്റ്റാറ്റാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഉംറയ്ക്ക് പോയ ടൈമിൽ മറ്റേ നമ്മൾ ഹിജാബിൻ്റെ കൂടെ ഇങ്ങനെ ഇടുന്ന, നോക്കട്ടെ അമൃത് പോലെ നോക്കട്ടെ, ഇല്ലേ നമുക്കിവിടെ കാണിക്കാം. നമ്മളിങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ ഇരിക്കും, അത് തന്നെ. അപ്പോൾ ഇത് ബാഗിൽ തന്നെ വെച്ചാണ്, അതാണ് സംഭവം. അപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഞാനും ബസ്സിലിരുന്ന് വൊമിറ്റ് ചെയ്താലും. പിന്നെ എൻചാൻഡറിൻ്റെ ഒരു പൗഡർ, ഇതൊക്കെ ഇതായി കേട്ടോ. പിന്നെ ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാം, അത്രേ ഉള്ളൂ. ഇതൊന്നും അപ്പം ഞാൻ ഒത്തിരി പൊട്ടിയൊന്നും ഇടത്തില്ലെന്ന് മനസ്സിലായല്ലോ. ഇതിനകത്തുണ്ട്, ഇനിയും ബാലൻസ് ഉണ്ട്. പിന്നെ ലാക്ടോ കാലമൈൻ ക്രീമാണ്. ഇതിലില്ല. അപ്പോൾ ഇത് ഞാൻ അവിടെ യൂസ് ചെയ്യായിരുന്നു. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ബ്രൂട്ടിയുടെ രഹസ്യം ഇതായിരുന്നു ഗൈസ്. പിന്നെ ഒരു ഗമ്മ് കിട്ടി. ഇത് നല്ലൊരു ഗ്ലൂ ആണ് ഇത് കേട്ടോ. നല്ല സ്മെല്ലാണ്. വെറുതെ ഇരുന്ന് ഒന്നും ഒട്ടിക്കാനൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഇത് മണപ്പിച്ചിരിക്കാനൊരു രസമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെയും കുറേ ആക്രി പേപ്പറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചൊന്നും എനിക്കറിയില്ല. ആക്രി പേപ്പറുകളാണ് ഗൈസ്, മൊത്തം ആക്രി പേപ്പറുകളാണ്, ഫുൾ ആക്രി പേപ്പറുകളാണ്. പിന്നെ ഇത് ഒരു ഓയിൽമെൻ്റാണ്. ഇത് എന്തിൻ്റെ ഓയിൽമെൻ്റ് വെച്ചാൽ ആൻറ്റി ഫംഗൽ ക്രീം, അതായത് നടന്ന് കാലൊക്കെ പൊട്ടുമ്പം യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഉള്ളത് ഭയങ്കര കോമഡി, ഇതൊരു ചീപ്പായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ഇതിൻ്റെ ഗുണനിലവാരം കൊണ്ട് ഇതിൻ്റെ കോമ്പൊക്കെ പോയി. ഇപ്പം എല്ലാം പിഴിഞ്ഞൊരു അപ്പൂപ്പൻ ചീപ്പാണിത്. ഇതവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമൊക്കെ. പിന്നെ ടൈം കഴിഞ്ഞപ്പം പോയി കേട്ടോ. പിന്നെ ഈ ചീപ്പെന്ന് പറയുന്നത് ഞാൻ ആ ഒരു ടൈമിൽ എന്തോ കൊണ്ടുപോയതാണ്, അതാണ് കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം, ഇതും ബണ്ണാണ്. നമ്മൾ തലയിൽ കെട്ടുന്ന ബണ്ണ്. അതിങ്ങനെ കളക്ഷനാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. ഇതിൻ്റെ ഒരു പേർ എവിടെയാണോ എന്തരം. ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒരു നല്ലൊരു സ്ലൈഡ് ക്ലിപ്പ് കിട്ടി. ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സത്യം പറഞ്ഞാൽ. വൈറ്റ്നർ, അത് നമ്മൾ ഈ ആസിയമണൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ വെട്ടും കുത്തലൊക്കെ വരുമ്പം വൈറ്റ്നർ കൊണ്ടാണല്ലോ. വൈറ്റ്നർ കൊണ്ടൊരു കളിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ വൈറ്റ്നറിൻ്റെ ഉപകാരം ഞാനങ്ങ് നിർത്തി ഗൈസ്, അതങ്ങനെ പോയി. പിന്നെ ഇതൊരു പേപ്പറാണ്. പേപ്പറെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചു. RT നമ്പർ എന്തുവാണ്, എന്താണ്, എന്ത് രസം. ഉന്നത വിദ്യാഭ്യാസ കേരള സ്റ്റേറ്റ്, ഇത് എന്തോ ലൈബ്രറിയുടെ എന്തോ ആണ് കേട്ടോ. ലൈബ്രറിയിലെ എന്തോ സംഭവമാണിത്.
പിന്നെ എന്താണ് പിന്നെ ഈ കുട ഉപയോഗിക്കുന്നതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ടത്. ഒരു കുട, പിന്നെ ഒരു കർച്ചീഫ്, പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ, അങ്ങനെയൊക്കെയാണല്ലോ ലൈഫ്. അപ്പോൾ അത് എൻ്റെ കുടയുടെ കവറാണ്. ഈ കുട എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. അയ്യോ, കുട കൊണ്ട് പോകുന്നതായിരുന്നു മെയിൻ. പിന്നെ ഇത് ഒടിഞ്ഞ പല്ലി ചീപ്പ് അതൊക്കെ. പിന്നെ ഇത് ടിഷ്യൂ ചെറിയ ടിഷ്യൂവിൻ്റെ പോക്കറ്റ് ടിഷ്യൂ ആണിത്. പിന്നെ സ്പെക്സ് ഉള്ളതുകൊണ്ട് സ്പെക്സ് തുടയ്ക്കുന്ന സാധനം. പിന്നെ ഇത് വീണ്ടും ഒരു ബണ്ണ്. പിന്നെ ഇതിൽ വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പേനയും പെൻസിലും ഉണ്ട്. ഇതില്ലാതെ നമ്മൾ എന്തെങ്കിലും കോളേജിൽ പോകുന്ന എഴുതാൻ എന്തെങ്കിലും വേണമല്ലോ. അമ്രു എന്നെക്കാളും കൂടുതൽ അമ്രുവാണ് കേട്ടോ പറയുന്നത്. തലയിലെടുത്തയാണെന്നൊക്കെ പറയുമ്പോൾ അമ്മ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം അമ്രുസിൻ്റെ മൈൻഡിൽ മൊത്തം ഇതാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതാണ് എപ്പോഴും ഇങ്ങനെയാണ് അമ്രുസിൻ്റെ സംസാരം. പിന്നെ ഒരു പേന കിട്ടി. പിന്നെ ഇതിനകത്ത് ഇതെന്താണെന്നറിയാമോ, അവിടെ ഈ ക്യാമ്പസിൽ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചിട്ട് തരാം മോനെ. ക്യാമ്പസിൽ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഇതൊരു കുഴപ്പമില്ലായിരുന്നു പൊട്ടിയത്. അപ്പോൾ നമ്മളെന്തോ പൂത്തിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പൂത്തിരിക്കാൻ കുതിരിക്കുന്നല്ല ഇത്. മറ്റേ നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കി ഇടയില്ലേ, ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്ന് രണ്ടെണ്ണം ഞാൻ അടിച്ചു മാറ്റിയതല്ല, നമ്മുടെ ക്യാമ്പസ് ആണല്ലോ. അപ്പം ഞാൻ സ്നേഹം കൊണ്ട് എടുത്തതാണ്. നമുക്ക് വീട്ടിൽ കൊണ്ട് ഇങ്ങനെ തൂക്കിയിടാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചതാണ്. മോനെ പൊട്ടും മോനെ, ഇവിടെ ആകെ അവശേഷിക്കുന്ന തെളിവുകൾ ഓർമ്മകളാണിത്. അപ്പം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. എനിക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ നമ്മുടെ ബാഗിൽ. പിന്നെ എല്ലാം ഈ അലിക്കുടുത്ത ഐറ്റംസ് തന്നെയാണ്, തുറന്നില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഷേക്ക് ഹാൻഡ്. എന്നെ ഇതോടെ സഹായിച്ച എൻ്റെ കൂടെ നിന്ന അമ്രുസിന്, ഉറങ്ങാതെ, ഇത് രാത്രി 11 മണിക്ക് എടുത്ത വീഡിയോ ആണ്, ഉറങ്ങാതെ എൻ്റെ കൂടെ നിന്ന അമ്രുസിന് വളരെ വളരെ താങ്ക്സ്. എൻ്റെ സ്നേഹോപകാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ കുക്കിംഗ് കാണിക്കാനായിട്ട് കാണിച്ച ഐറ്റംസ് തന്നെ ഉണ്ടാക്കുന്നുണ്ടാണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കാണിക്കാത്ത കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ കാണിക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ കുക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഇതുപോലെ ഒരു ചുമ്മാ ഒരു ആക്രി വീഡിയോ ഗൈസ്, ഒരു ലോക്കൽ വീഡിയോ ആണ്. എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ വീഡിയോയിലൊക്കെ കാണുമല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ട്രാവൽ ബാഗ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ബാണ്ടക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതാണ് എൻ്റെ ബാണ്ടക്കെട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് വെച്ച് ഓർമ്മിക്കും. ഈ ഒരു ഇതിനകത്ത് കുറേ ആക്രികളാണെങ്കിലും നമുക്ക് ഓർക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കുറേ വെറൈറ്റി ലോക്കൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാനും എൻ്റെ അമ്മൂസും കൂടി വരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും, പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ പേരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം. അടുത്ത അടിപൊളി കിണകാച്ചി വീഡിയോസായിട്ട് ഞാനും എൻ്റെ കുട്ടി അമ്രസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.